ഇതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. അതുകൂടാതെ ഇപ്പം ഒരു പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത, നിങ്ങളത് അങ്ങ് കാണുന്നുണ്ടോ, അങ്ങ് അടക്ക പുതിയ ഒരു പാർക്കാണിത്. അവിടെ നല്ല നീളത്തിൽ നമുക്ക് എല്ലാവർക്കും അവിടെ സിറ്റിങ്ങും എല്ലാം ചെയ്യാം. അങ്ങനത്തെ തന്നെ ഒരു സ്ഥലമാണിത്. അങ്ങനെ നോക്കി നമ്മൾ ആദ്യമായിട്ട് കാറും എടുത്തിട്ട് നേരെ ബീച്ചിലേക്ക് വന്നു. ആദ്യമായിട്ട് നമ്മുടെ കാറൊന്ന് ബീച്ചിലിറങ്ങി. അങ്ങനെ ആദ്യമായിട്ടാണ് എനിക്കൊരു ഡ്രൈവിംഗ് ബീച്ചിലൊരു എക്സ്പീരിയൻസ്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒന്നിച്ച് ആദ്യമായിട്ടാണ്. അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മുഴപ്പിലങ്ങാട് ഇവിടെ ഈ ഒരു പാർക്കും വന്നു. ഏതായാലും നമ്മള് പാർക്ക് മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയിട്ട് വരുന്ന വഴി. പക്ഷെ മെയിൻ പാർക്കിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു നല്ല റോഡില്ല. മൊത്തം എന്താണ്, വളരെ ചെറിയ റോഡാണ്. ഇവിടെ ഒരു റെയിൽ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസിന് ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കണം ആദ്യം, എന്നിട്ടാകുമ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല പാർക്ക് ഉണ്ടാക്കിയിട്ടും കാര്യമുള്ളൂ. ഹലോ, നമ്മൾ ഇന്ന് അങ്ങനെ വൈകുന്നേരം മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോവുകയെന്ന്. അവിടെ എന്തൊക്കെയോ നമ്മൾ മുന്നേ പോയിട്ടുണ്ട്, ഇപ്പൊ കുറച്ച് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നു എന്ന് അറിഞ്ഞു. അപ്പൊ നമ്മള് പോവാന്ന് വിചാരിച്ചു. കണ്ണൂരിലെ മെയിൻ ഫേമസ് ബീച്ചാണ്. അതെ, ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയും, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. നമുക്ക് അതിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം, കാർ ഡ്രൈവ് ചെയ്യാം. അവിടെ നല്ല ഉറപ്പുള്ള പ്രത്യേകത, അരണ്യമാണ്, ഉറപ്പുള്ള ബീച്ചാണ്. അതിന്റെ ഒരു പ്രത്യേകത. വീട്ടിൽ നിന്ന് 1.5 മണിക്കൂറാണ്. വീട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറാ, 1.5 മണിക്കൂറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു 40-42 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ സിംഗിൾ റോഡാണ്, ട്രാഫിക് ആണ്, അതുകൊണ്ടാണ് ആ ഒരു ടൈം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1.5-3 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ബീച്ചിൽ എത്താറായി. അങ്ങനെയുണ്ട്, തിരക്കുണ്ടോ എന്നാന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാല്ലേ. ആയാലും നമ്മള് ബീച്ചിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഫ്രഷാണോന്നും അറിയില്ല. ശരി, ഇതാണ് ഡ്രൈവിംഗ് ബീച്ച്. ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് കാർ എടുത്തിട്ട് ഇറങ്ങാൻ പോവാണ്. ബീച്ചിലേക്ക് ഇറങ്ങുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബീച്ചിലേക്ക് കാർ എടുത്തിട്ട് ഇറങ്ങുന്നത്. എന്ത് നോക്കാൻത്, നമ്മള് ബീച്ചിലേക്ക് കൂടി കാർ എടുത്ത് പോവാ. അച്ഛൻ ഇന്ന് ആരൊക്കെ ഉണ്ടെന്ന് അറിയാം നമ്മളെ കൂടെ. എന്തോ ശ്രീകുട്ടി ഉണ്ട്, ദേവു ഉണ്ട്. ഇവിടെ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്രയാണോ 50 രൂപയാണെന്നാണ് തോന്നുന്നത്. 50 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം. 50 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. എന്നാൽ നമുക്ക് ബീച്ചിലൊന്ന് കറങ്ങാം. കാർ എടുത്തിട്ട് ബീച്ചിൽ ഒന്ന് കറങ്ങാം. അപ്പൊ നമ്മളെ കാറിന് 40 രൂപ കേട്ടോ. ഓരോരോ വണ്ടിയുടെ സൈസിനനുസരിച്ചിട്ട് പൈസക്ക് വ്യത്യാസം വരും. അപ്പം അടിപൊളിയാണ്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ബീച്ചിൽ നമുക്ക് കാർ എടുത്തിട്ട് ഇറങ്ങാൻ പറ്റും. ഇതാണ് ഈ ബീച്ചിന്റെ പ്രത്യേകത. നിങ്ങൾ നോക്കിയ ഒരുപാട് വണ്ടി എടുത്തിട്ട് ആൾക്കാർ ഇങ്ങനെ കറങ്ങുന്നു അല്ലേ, അടിപൊളിയല്ലേ? ഉണ്ടോ നല്ല റോഡ് പോലെ. ആ ബീച്ചില് കാർ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ നോക്കി നമ്മൾ ആദ്യമായിട്ട് കാറും എടുത്തിട്ട് നേരെ ബീച്ചിലേക്ക് വന്നു. ആദ്യമായിട്ട് നമ്മുടെ കാറൊന്ന് ബീച്ചിലിറങ്ങി അല്ല എന്തോ. ഏതായാലും പക്ഷെ കാറിന്റെ ഉള്ളിൽ മൊത്തം പൂഴിയാവും കേട്ടോ. ഇതാണ് ഈ ബീച്ചിന്റെ പ്രത്യേകത, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. അതുകൂടാതെ ഇപ്പം ഒരു പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത, നിങ്ങളത് അങ്ങ് കാണുന്നുണ്ടോ, അങ്ങ് അടക്ക പുതിയ ഒരു പാർക്കാണിത്. അവിടെ നല്ല നീളത്തിൽ നമുക്ക് എല്ലാവർക്കും അവിടെ സിറ്റിങ്ങും എല്ലാം ചെയ്യാം. അങ്ങനത്തെ തന്നെ ഒരു സ്ഥലമാണിത്.
ഇവിടെ. ഓക്കെ, എത്രയാന്ന് നോക്കിയാൽ ഇത് എല്ലാവരുടെ അടുത്ത് കറങ്ങുന്നുണ്ടോ? ഡ്രൈവിങ്ങിലെല്ലാം എടുത്തതാ അടിപൊളിയായിട്ട് ബീച്ചിലെടുത്ത് കറങ്ങാണ്. അവിടുന്ന് എല്ലാവരും ആദ്യമായിട്ട് ബീച്ചിൽ ഇതാ ഇറങ്ങിയിട്ട്, നമ്മളെ കാർ ആദ്യമായിട്ട് ബീച്ചിലിറങ്ങിയതാണ്. ഇവിടുത്തെ മണലിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉറപ്പാണ്, നല്ല ഉറപ്പുള്ള ഇതാണ്, സ്റ്റിക്കിയാണ്. അങ്ങനെ ഞങ്ങൾ മുഴപ്പിലങ്ങാട് ബീച്ച് പുതുതായി നിർമ്മിച്ച ഒരു ബീച്ച് പാർക്കിലാണുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഓക്കെ, വീക്കെൻഡ് ഒന്നല്ല, എന്നിട്ടും ഇത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പം വെക്കേഷൻ ആണല്ലേ, വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും. കളിക്കണ്ട ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ തന്നെ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള്
ഡ്രൈവിംഗ് ബീച്ചിലൊക്കെ കറങ്ങി ഈ പാർക്കിലൊക്കെ കറങ്ങി ഞങ്ങൾ നേരെ അതിന് പോവാണ്. പോയിട്ട് നല്ലൊരു ചായ കുടിക്കണം. പിന്നെ അടുത്തത് സ്പെഷ്യൽ അല്ലേ, സ്പെഷ്യൽ എന്താന്ന് കിട്ടുമെന്ന് നോക്കണം അല്ലേ. നോക്കണം. ഇവിടെ ഈ ഏരിയയിലെല്ലാം കുട്ടികളെ ഏരിയയാണ്, ആ സൈഡ് ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. കിട്ടും, അടിപൊളി. ഇവിടെ എന്തായാലും ഉണ്ടാവും. അതെ, അങ്ങനെ ആദ്യമായിട്ടാണ് എനിക്കൊരു ഡ്രൈവിംഗ് ബീച്ചിലൊരു എക്സ്പീരിയൻസ്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒന്നിച്ച് ഇത് ആദ്യമായിട്ടാണ്. അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മുഴപ്പിലങ്ങാട് ഇവിടെ ഈ ഒരു പാർക്കും വന്നു. എല്ലാം ആയില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരുപാട് വർക്ക് പെൻഡിങ് ആണ്. എല്ലാം അടിപൊളിയാവുന്നത്. നൈറ്റ് വ്യൂ നല്ല രസമായിരിക്കും. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. എല്ലാവരും പോവാനുള്ള തിരക്കായി. അപ്പോൾ ഞങ്ങളും ഇവിടുന്ന് വിട പറയാണ്. ഇവിടുന്ന് ബീച്ചിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ ഒരു സ്ഥലമുണ്ട്. ഇതുവഴി എല്ലാവർക്കും ബീച്ചിൽ ഇറങ്ങാം. ഇങ്ങനെ 2-3 സ്ഥലത്തായിട്ടുണ്ട് ഇത് ഇവിടെ. ബീച്ചിനോട് വിട വാങ്ങുകയാണ്. ഡ്രൈവിംഗ് ബീച്ചിനോട് വിട പറയാണ്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിനോട്. അടിപൊളി ബീച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് യഥേഷ്ടം കാർ ഡ്രൈവ് ചെയ്ത് പോകാം. നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. ഇനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നല്ലൊരു ഹോട്ടലിലേക്ക്, അല്ലെങ്കിൽ ഒരു തട്ടുകട അല്ലേ ദേവു? അങ്ങനെ ഞങ്ങൾ ഇതാ ബീച്ചിലേക്കൂടെ ഡ്രൈവ് ചെയ്യാണ്. ബീച്ചിലേക്കൂടെ ഡ്രൈവ് ചെയ്ത് പോവാണ്. കാണിക്ക് മുന്നിൽ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്ത് പോവാണ്. അങ്ങനെ രാത്രിയായി. ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പോയപ്പോ ഇവിടെ നിന്ന് ലൈറ്റ് ഓൺ ആയിരുന്നില്ല. ഇപ്പൊ എല്ലാം ഓൺ ചെയ്ത് അടിപൊളിയാക്കിട്ടാ. ഇവിടെ ഇപ്പൊ എല്ലാം ലൈറ്റ് ഓൺ ചെയ്ത് ബീച്ചിനടുത്തുള്ള ഒരു അടിപൊളി നൈറ്റ് വ്യൂ ആണ്. വേറെ രസം കേട്ടാ. നൈറ്റ് ആംബിയൻസ് അടിപൊളിയാ. ഇതിലെ കൂടെ എൻട്രൻസ് അല്ല എക്സിറ്റ്. നമ്മൾ ഇതിലൂടെ ബീച്ചിൽ നിന്ന് ഇറങ്ങലായി. എക്സിറ്റും എൻട്രൻസും ഒന്നല്ലേ? എക്സിറ്റ് എൻട്രൻസ് ഒന്നാണ്. കാറിന് 40 രൂപയാണ് പാർക്കിംഗ് ചാർജ്. പാർക്കിംഗ് മീൻസ് ഇതിന്റെ ഉള്ളിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട്. ഡ്രൈവിംഗ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവ് ചെയ്യേണ്ടി. നോക്കിയ സ്റ്റെപ്പ് ഇങ്ങോട്ടൊക്കെ അടിപൊളി. നമ്മളിനി അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് സമയമില്ല. രാത്രിയായി, ഇരുളായി. കൊറേ തട്ടുകടിയുണ്ട്. കഴിക്കണ്ടോ പോയിടുന്ന്? ഇവിടുന്ന് കഴിക്കാം. ബീച്ചിനടുത്ത് ഒരുപാട് ടീ സ്റ്റാൾ ഉണ്ട്, സ്നാക്സ് കടയുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് തിന്നാം. അവിടെ പോയിട്ട് അപ്പൊ ഞങ്ങള് നാട്ടിലെത്തി കഴിഞ്ഞാൽ ഈ തട്ടുകടയാണ് നമ്മളെ ഫേവറേറ്റ്. കല്ലുമ്മക്കായി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ സ്റ്റിക്സ്, റോസ്റ്റ് ചെയ്ത സ്റ്റിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ലീ ഹേവിയർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, സീ ഫുഡൊക്കെ കിട്ടുന്നത്. ബുദ്ധം കുടിക്കുന്ന ചായ ഊതി ഊതി കുടിക്കണം. പാർക്ക് ആണ് മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയിട്ട് വരുന്ന വഴി. പക്ഷെ മെയിൻ പാർക്കിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു നല്ല റോഡില്ല. മൊത്തം എന്താണ് വളരെ ചെറിയ റോഡാണ്. ഇവിടെ ഒരു റെയിൽ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസിന് ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കണം ആദ്യം, എന്നിട്ടാകുമ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല പാർക്ക് ഉണ്ടാക്കിയിട്ടും കാര്യമുള്ളൂ. റോഡ് തീരെ വളരെ ചെറുതാണ്. നമ്മളിപ്പം ഒരു അരമണിക്കൂറായി ഇവിടെ ട്രാഫിക്കിൽ പെട്ടിട്ട്. ഫുൾ ജാം. ചെറിയ റോഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കണ്ണൂർ സിറ്റിയിലെ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇത് കാൾടെക്സിലെത്തി കേട്ടോ. കാൾടെക്സ് ഇതാണ് നമ്മളെ കണ്ണൂർ അല്ലേ? കണ്ണൂർ, നമ്മുടെ കണ്ണൂർ സിറ്റി. ഇത് നമ്മളെ ബേക്കറി ഒക്കെ, ഷീൻ ബേക്കറി, കണ്ണൂരിലെ ഫേമസ് ബേക്കറിയാണ്. ബേക്കറിയാണ് നമ്മളെ പഴയ ഷീൻ ബേക്കറി. ഷീൻ ബേക്കറിയാണ്. നമ്മള് നാട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിനിലെല്ലാം പോകുന്ന സമയത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എടുത്തുകൊണ്ട് ഇതേപോലെ ഷീൻ ബേക്കറി, അവിടെ നമ്മൾ വാങ്ങാറുണ്ട് ബേക്കറി ഐറ്റംസ്.